തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി കോടികൾ മുടക്കം വരുത്തിയതോടെയാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകാതെയായത്. കാത്ത് ലാബുകൾക്ക് മരുന്നും ഉപകരണങ്ങളും വാങ്ങിയ വകയിൽ കമ്പനികൾക്ക് നൽകാനുള്ളത് 49 കോടിയോളം രൂപയാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി കൊടുക്കേണ്ട കോടികളുടെ കുടിശ്ശിക നൽകിയില്ല എങ്കിൽ മരുന്ന് നൽകില്ല എന്ന തീരുമാനത്തിലാണ് കമ്പനികൾ. അത്യാവശ്യ മരുന്നുകൾ കൂടി കിട്ടിയില്ല എങ്കിൽ ശസ്ത്രക്രിയകളും പ്രതിസന്ധിയിലാകും. ആശുപത്രിയിലെ കാത്ത് ലാബിലേക്കുള്ള മരുന്നുകളും ഉൽപ്പന്നങ്ങളും വാങ്ങിയ വകയിൽ കമ്പനികൾക്ക് 49 കോടിയോളം രൂപ മെഡിക്കൽ കോളേജ് നൽകാനുണ്ട്. പേസ് മേക്കർ, സ്റ്റെന്റ് തുടങ്ങിയ സാധനങ്ങൾ വാങ്ങിയ തുകയാണ് കുടിശ്ശികയായത്. ഈ മാസം 31-നകം തുക നൽകിയില്ല എങ്കിൽ മരുന്ന് വിതരണം നിർത്തിവെക്കുമെന്ന് സൂപ്രണ്ടിന് മരുന്ന് കമ്പനികൾ കത്തെഴുതിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ മുതലുള്ള തുക നൽകിയില്ലെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിർത്തുമെന്നും സർജിക്കൽ സ്ഥാപനങ്ങളും അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കാത്ത് ലാബിൽ മുൻകൂട്ടി നിശ്ചയിച്ച 16 ശസ്ത്രക്രിയകളാണ് നടക്കുന്നത്. ഉപകരണ വിതരണം നിർത്തിയാൽ അടിയന്തര ശസ്ത്രക്രിയ മാത്രമേ നടക്കുകയുള്ളൂ. ആശുപത്രിയിൽ മരുന്നുകൾക്ക് ക്ഷാമമുണ്ട്. മരുന്ന് കമ്പനികളിലും തുക കുടിശ്ശികയായതോടെ ചില മരുന്നുകളുടെ വിതരണവും നിർത്തിവച്ചിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.